أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിനും ഉപകരിക്കാത്തതും ഒരാളിൽ നിന്നും യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും ഒരാൾക്കും യാതൊരു ശുപാർശയും പ്രയോജനപ്പെടാത്തതും അവർ സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قال ومن ذريتي قال لا ينال عهد الظالمين. ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില കൽപ്പനകൾ വഴി പരീക്ഷിച്ച സന്ദർഭം ഓർക്കുക. അപ്പോൾ അദ്ദേഹം അവയെ പൂർത്തിയാക്കി. അവൻ അല്ലാഹു പറഞ്ഞു, ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ സന്തതികളിൽ നിന്നും നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. അവൻ അല്ലാഹു പറഞ്ഞു, എന്റെ ഉടമ്പടി അധർമ്മികൾക്ക് ബാധകമാകുകയില്ല. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَىٰ إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طهرا بيتي للطائفين والعاكفين والركع السجود. നാം ആ മന്ദിരത്തെ, കഅബയെ ജനങ്ങൾക്ക് സമ്മേളന കേന്ദ്രവും ഒരു സമാധാന സങ്കേതവുമാക്കുകയും ഇബ്രാഹീമിന്റെ പ്രാർത്ഥനാസ്ഥാനത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുകയെന്ന് നാം കൽപ്പിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും നമിക്കുന്നവർക്കും സാഷ്ടാംഗം പ്രണമിക്കുന്നവർക്കുമായി എന്റെ മന്ദിരത്തെ നിങ്ങൾ ശുദ്ധമാക്കി വെക്കുകയെന്ന് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം ആജ്ഞ നൽകുകയും ചെയ്തു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. ഇബ്രാഹീം പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. എന്റെ നാഥ, നീ ഇതിനെ ഒരു നിർഭയ നഗരമാക്കുകയും ഇവിടത്തെ നിവാസികൾക്ക്, അവരിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് നാനാതരം ഫലവർഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ. അവൻ അല്ലാഹു പറഞ്ഞു, വിശ്വസിക്കാത്തവനും ഞാൻ നൽകും. അവനെ അല്പകാലം സുഖം അനുഭവിപ്പിക്കുകയും പിന്നെ അവനെ നരകശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതാണ്. ചെന്നെത്തുന്ന ആ സ്ഥലം വളരെ ദുഷിച്ചതു തന്നെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഓർമ്മിക്കുക, ഇബ്രാഹീമും ഇസ്മായിലും മക്കയിലെ ആ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുകയായിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നു ഈ സേവനത്തെ സ്വീകരിക്കണമേ. നിശ്ചയമായും എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും നീ തന്നെയാണല്ലോ.
ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾ ഇരുവരെയും നിന്നെ അനുസരിക്കുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാവിധങ്ങൾ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിയണമേ. നിശ്ചയമായും നീ നിന്റെ ദാസരുടെ നേരെ വളരെയധികം ശ്രദ്ധ തിരിക്കുന്നവനും കരുണാമയനുമാണ്. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഞങ്ങളുടെ നാഥ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞാനിയും നീ തന്നെയാകുന്നു.